ഭർത്താവിൽ നിന്നും കൊടിയ പീഡനത്തിനിരയായി ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്ന പെൺകുട്ടിയാണ് അതുല്യ. ഷാർജയിലാണ് അതുല്യ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിൽ നിന്നുമുള്ള പീഡനം സഹിക്കാൻ കഴിയാതെയാണ് അതുല്യ ഒടുവിൽ ജീവനൊടുക്കിയത്. ഷാർജയിൽ തന്നെ വിഭജികയുടെ മകൾ വൈഭവിയുടെയും മരണത്തിന് തൊട്ടു പിന്നാലെയാണ് അതുല്യയുടെയും മരണവാർത്ത എത്തുന്നത്. അതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും പ്രവാസലോകം. അതുല്യ മരിച്ചതിന് പിന്നാലെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കളും മാതാപിതാക്കളും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷാർജയിലായിരുന്ന അതുല്യയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇന്നലെയാണ് അതുല്യയെ സംസ്കരിക്കുന്നത്. അതുല്യയെ വീട്ടിലേക്ക് എത്തിക്കുന്ന കാഴ്ച വളരെ സങ്കടകരമായിരുന്നു. വൈകിട്ട് 3 മണിയോടെയായിരുന്നു അതുല്യയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. നേരത്തെ തന്നെ ബന്ധുക്കളും അയൽവാസികളും സമാധാനമില്ലാതെ കാത്തിരുന്ന വീട്ടിലേക്ക് അതുല്യയുടെ മരിച്ച ശരീരം കൊണ്ടുവന്നപ്പോൾ ശാന്തമായിരുന്ന വീട് പെട്ടെന്ന് കണ്ണീർ കടലായി മാറി. അതുല്യ അവസാനമായി ഒന്ന് കാണാൻ അതുല്യ ഭവനിലേക്ക് എത്തിയത് നിരവധി ആളുകളായിരുന്നു.